നമ്മളിന്ന് വേളാപ്പാര കറിയാണ് വെക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചത് ചൂടായി. ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോഴത്തേന് കടുക് പൊട്ടുമ്പോഴത്തേന് കടുക് വറക്കാനായിട്ട് വറ്റൽമുളക്, 2 വറ്റൽമുളക് കടുക് പൊട്ടി. അത് പൊട്ടിയപ്പോഴത്തേന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്തിട്ട് 4 പച്ചമുളക്, മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ സവാള മിക്സിയിലൊന്ന് അടിച്ച് അത് അടിക്കുന്ന ഉടനെ തന്നെ കാണാം, അതല്ലെങ്കിൽ അത് വെള്ളം പോലെ വരും, കറിക്ക് ശരിയാകത്തില്ല. അത് കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇതിനകത്തോട്ട് തക്കാളി, നമുക്ക് 2 മീഡിയം തക്കാളി അതൊന്ന് ഇളക്കി വഴണ്ട് വരണം. വഴണ്ട് വരുമ്പോഴത്തേന് പൊടി ഇട്ട് കൊടുക്കണം. അത് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, അതെല്ലാം മുളക് പൊടി, അതൊരു 3.5 സ്പൂണ് മുളക് പൊടി അരിയാക്കുന്നത്. ഒരു 2.5 സ്പൂൺ മുളക് വരും മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ മൂപ്പിക്കും. മൂത്ത് നല്ലതുപോലെ പച്ചമണമെല്ലാം മാറി നല്ല മൂത്ത് വെക്കണം. പൊടി എല്ലാം ചൂടായി മൂത്ത് എല്ലാം സെറ്റായി. നമ്മളിത് തേങ്ങാപ്പാലിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരമുറിയില്ല, ഇത് ഇച്ചിരി കുറച്ച് തേങ്ങ എടുത്ത് ആദ്യം 2ാം പാൽ ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുകയല്ലേ. അതിനകത്തോട്ടിന് വടക്കം പുളി ഒരു 3-4 കഷ്ണം ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇച്ചിരി കുറവുണ്ട്, ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇത് തിളക്കിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മളെ അരപ്പ് തിളച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഈ കഷ്ണങ്ങൾ പറക്കിയിടാം. ഇത് വേളാപ്പാരയാണ്, അത് 1 കിലോ വരും. ഒന്ന് താത്തിട്ട് കൊടുക്കാം.
ഇത് അടച്ച് വെക്കാം. നല്ലോണം തിളക്കിട്ട് നമ്മളെ മീൻകറി അങ്ങനെ തിളച്ച് നടക്കുന്ന നമുക്കതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ലേശം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഉപ്പും പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ അളവനുസരിച്ച് ഉപ്പും പുളിയൊക്കെ ചേർക്കാം. ഒന്നുകൂടെ അടച്ച് വെക്കാം. നമുക്കൊന്ന് എടുത്തിട്ട് തീ ഒന്ന് കുറച്ച് നമുക്കൊന്ന് ചുറ്റാം. പിന്നെ കഷ്ണങ്ങൾ ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഇതിനകത്തോട്ട് നമ്മൾ 1 പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് ഒഴിക്കാം. നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചെറിയ തീ കിടന്നിങ്ങനെ പറ്റും. നമുക്ക് ഇത് മീൻ കറി ഒന്ന് നോക്കാം. നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു ഇച്ചിരി അടച്ച് വെച്ച് ഇച്ചിരി കടുക് വറുത്തെടുക്കുന്നു. കടുക് വറുത്തൊഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. നമുക്ക് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതെടുക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി തുറന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും നല്ലതായിട്ട് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.